ശശി തരൂര് പറയുന്ന എല്ലാ കാര്യത്തിലും മറുപടി പറയാൻ നമുക്ക് സാധിക്കില്ല. ആഗോള തലത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ദേശീയ തലത്തിലും ആഗോള തലത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാദേശിക തലത്തിലുള്ള ഞങ്ങളോട് ചോദിച്ചാൽ എന്തുത്തരം പറയാനാണ്? ഞങ്ങളെല്ലാം റീജിയണലാണ്, ഗ്ലോബൽ ഇഷ്യൂസാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതെ, തിരുവനന്തപുരത്തിന്റെ MP ആണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നതെന്ന് അറിയാം. പക്ഷേ കേരളത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ പറയാം. AICC അവിടെ ഞങ്ങളെ ലീഡേഴ്സിനെ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ആരും കൊടുക്കരുത് എന്ന് കോൺഗ്രസ് പ്രസിഡന്റ് വ്യക്തമായി പറഞ്ഞു. അതെ അതെ, അത് എനിക്കും ബാധകമായതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാത്തത്. എനിക്ക് ബാധകമാണ്, ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും AICC ഒരു നിർദ്ദേശം തന്നാൽ ഇനി എത്ര ആഗോള പ്രശ്നം, ദുനിയാവിലെ പ്രശ്നങ്ങളായാലും നമുക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ. ആഗോളത്തിന് ഞങ്ങൾ പറയുന്നതാണ് കേട്ടോ, ആഗോളത്തിന് ഞങ്ങൾ പറയുന്നതാണ്. ദുനിയാവിലെ പ്രശ്നങ്ങൾ പറയാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. അല്ല, അത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞപ്പോ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. ഏതാ എനിക്കറിഞ്ഞൂടാ, അതെല്ലാം നിങ്ങൾ നിഗമനത്തിലെത്തേണ്ടതും അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ഏതാ? We are only regional leaders, not national, not global. We have our own limitations. ഞങ്ങളോ അതിനെക്കുറിച്ചൊന്നും ഞങ്ങള് എത്ര അടിലാധ്വാനം നടത്തിയിട്ടായാലും എന്ത് വില കൊടുത്തും അടുത്ത ഭരണം UDF-നായിരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ജനം തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ അതിലൊരു പ്രധാന ഘടകം ജനത്തിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങൾ ഉയരുന്നില്ല എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞു. അത് തന്നെ ഞങ്ങളെ കേന്ദ്ര ലീഡർഷിപ്പും പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ഒരേ ലക്ഷ്യം, കോൺഗ്രസും മുന്നണി ഒരൊറ്റ ലക്ഷ്യം, മൂന്നാം ഭരണം പിണറായി സർക്കാരിനുണ്ടാവില്ല, മൂന്നാമത് ഭരിക്കുക, ഇനി അവർക്കൊരു ഭരണം എന്നത് അവരുടെ വെറും പകൽക്കിനാവാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഗവൺമെന്റ് UDF-ൻ്റെതായിരിക്കും.